ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. എനിക്ക് വെണ്ടയ്ക്ക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ വെണ്ടയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ വെണ്ടയ്ക്ക മാത്രം മതി എനിക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചോറൊക്കെ രാവിലെ റെഡി ആയിട്ടോ. രാവിലെ എന്നല്ല, കുറച്ച് മുമ്പ് ഞങ്ങൾ പൊന്നേരിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നാകും, നമുക്കൊരു 15 മിനിറ്റ് 10 മിനിറ്റ് മതി. പിന്നെ ഇന്നലത്തെ നല്ല മുളകിട്ട മീൻകറിയുടെ ഈ മീൻകറി ഞാനൊരു ദിവസം റെസിപ്പി ചെയ്യാവേ. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര തിക്ക് ചാറായിട്ട്, വെറും വെള്ളം പോലെയല്ല, നല്ല ചാറാണ്. എൻ്റെ സിസ്റ്ററിനോട് റെസിപ്പിയാണ് കേട്ടോ. അത് ചേച്ചിനോട് ചോദിച്ച് ഞാൻ ഒരു പ്രാവശ്യം വെച്ച് സക്സസ് ആയതാണ്. പാൻ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മെഴുക്ക് പുരട്ടി മാക്സിമം ഞാൻ യൂസ് ചെയ്യുക കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ, കുറച്ചിഷ്ടം കൂടുതലുള്ളത്. കഴിക്കാൻ ടേസ്റ്റും വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നു. ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കും. ഞാൻ കടുക് ഇടും കേട്ടോ. എൻ്റെ മമ്മിയൊന്നും കടുകേ യൂസ് ചെയ്യില്ല ഒരു കറിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടുക് പൊട്ടിക്കുക എന്നുള്ളത്. കടുക് ഇട്ടു. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ വെണ്ടയ്ക്കയും ഒരു സവാളയുടെ പകുതി അതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. പിന്നെ ഞാൻ ഇതിൽ മുളക് പൊടിയല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് മുളക് പൊടിയേക്കാൾ ഇഷ്ടം ഇടിച്ച മുളകിടുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. കടുക് ദേ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ചിടാം. എല്ലാം കൂടി ഒന്ന് ഇതാക്കിയെടുക്കും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ലേശം മുളക് പൊടി കൂടി, മുളക് പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്നും ഇവിടെ കിടന്ന് ഒന്ന് വഴണ്ടി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇടിച്ച മുളക് ചേർക്കാം. അത് നല്ലപോലെ വഴന്ന് വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇടിച്ച മുളക്. ഞാൻ മറ്റേ മുളക് മേടിച്ചിട്ട് ഞാൻ തന്നെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസ്കോഫ് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് പോലെയല്ല ബിസ്കോഫ്. ഇന്നലെ സാധനങ്ങൾ മേടിക്കാനായിട്ട് സ്റ്റാർ ബസാറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു റോയിൽ ലിറ്ററലി ഒരു 3 പാക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ തീർന്നേക്കുന്നു. നല്ല മൂവിങ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമാകും. ഓരോ ആൾക്കാരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലവർക്ക് എരിവ് നല്ലപോലെ വേണമായിരിക്കും, ചിലവർക്ക് എരിവ് അത്രയും വേണ്ടായിരിക്കും. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എരിവ് അത്യാവശ്യം ഇഷ്ടമുള്ള ആളാണ്. ഇവിടെ വേറെ ആരും കഴിക്കില്ല. വെണ്ടയ്ക്കയുടെ ആൾ ഞാനാണ്. ഇനി അതൊന്ന് നല്ലപോലെ കുറച്ചുകൂടെ വെണ്ടയ്ക്ക ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മുളക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ
മതി. അത് കഴിഞ്ഞ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ലാസ്റ്റ് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. നല്ല എരിവുണ്ട്. ഇതൊരെണ്ണം മതി ശരിക്കും ചോറ് കഴിക്കാനായിട്ട്, ഫുള്ള് കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കേ. എളുപ്പമാണ്, ഒരു വെറൈറ്റിയാണ്.